ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചാ. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയണ പഞ്ചുമോളാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും പുഴയും കാടും തോടും പടരയും മൊത്തമായിട്ട് നിറഞ്ഞു കിടക്കാണ്. ഇത്താത്തയും മക്കളും വെക്കേഷൻ ആയപ്പോൾ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ രാവിലെ തുടങ്ങി പറയണേ നമുക്ക് തറവാട്ടിൽ പോവാന്ന്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് പതുക്കെ ഇങ്ങോട്ട് നടന്നു. ഈ കാണുന്ന വഴി കൂടെ വേണം പോവാനായിട്ട്. ഇത് പണ്ട് റോഡൊക്കെ ആയിരുന്നു, പക്ഷെ ആൾ സഞ്ചാരം ഇല്ലാത്ത കാരണം ഇത് കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കിടക്കണേണ്. അങ്ങനെ നമ്മൾ തറവാട്ടിൽ എത്തിയട്ടാ. ഇവിടെ ഒന്നും ആരുമില്ല, ഇപ്പം ആരും താമസിക്കണില്ല. പക്ഷേ ഏത് നേരം നോക്കിയാലും ഇവിടെ ചൂണ്ടക്കാരും വല വീശുന്ന ആൾക്കാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഒരു കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. ആകെ കൂടി ഉള്ളത് വാപ്പാടെ അനിയനും ഫാമിലിയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അല്ല, ഇവിടെ അടുത്ത് തന്നെ കുറച്ച് അങ്ങോട്ട് പോകണം, അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചിമ്പ് മോനാണെന്നുണ്ടെങ്കിൽ തോട്ടിയത്തെ മീനുകളൊന്നും പറ്റാണ്ട് ഇതേ പുഴയിലേക്ക് ചൂണ്ടാൻ വേണ്ടി വന്നേക്കാണ്. അവിടെ നിന്ന് പോന്നപ്പോൾ തുടങ്ങി ഞാൻ ചൂണ്ടയും പിടിച്ച് നടക്കണേണ്. ഇപ്പം മീനെ പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെയൊക്കെ നമ്മളെല്ലാവരും കക്ക വാരിയായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചിറക്കെട്ട്. ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കണേണ്. ചിമ്പിയുടെ വിചാരം മൂപ്പരാൾ അതിന് മീൻ കൊത്താൻ വേണ്ടി സമയം കൊടുക്കണില്ല. ഇടും വലിക്കും ഇത് തന്നെയാണ് പണി. നടന്ന് ചൂണ്ടിക്കൊണ്ടിരിക്കണേ. മുമ്പൊക്കെ ബസ് കയറാൻ നമ്മൾ ഈ പുഴ കടന്ന് വഞ്ചിയിൽ അപ്പുറത്തോട്ട് കടന്നിട്ട് അപ്പുറത്തെ കരയിൽ നിന്നാണ് ബസ് കയറിക്കൊണ്ടിരുന്നത് ചേട്ടാ. ഇതിലേയും റോഡുണ്ട്, ഈ റോഡിൽ കൂടെ പോയാലും കയറാം. പക്ഷെ ആ കരയിൽ നിന്നും കയറാൻ പറ്റുമായിരുന്നു. റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലവും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് പൊതു ശ്മശാനം ഉണ്ട് കേട്ടോ. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പിള്ളേർ ഇവിടുന്ന് ചൂണ്ടണം കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ ഇവരടുത്തുള്ള പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഇവിടെ ചൂണ്ടക്കാരുണ്ടാവും. ഇരുട്ടാവണതിന് മുന്നേ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. കുറേ മയിലുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളടുത്തോട്ട് ചെല്ലും തോറും അത് പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് അത് അങ്ങോട്ട് പോവാ. അപ്പോൾ ഇവിടെ ഒരു വലിയ ഗെറ്റ് ടുഗദർ തന്നെയാണ് നടക്കുന്നത്. നോക്കിയാൽ ഇഷ്ടം പോലെ മയിലുകളുണ്ട്. നേരെ കാണുന്നത് ഒരു ഒഴിഞ്ഞു കിടക്കണ പറമ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടേക്കാണ് വീട്ടുകൾ പോയി അവിടെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയത് കാരണം നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു കേട്ടോ. പീലി വിടർത്തോന്ന് ഓർത്തിട്ട് എവിടെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ പഞ്ചുമോള് പറഞ്ഞു നമ്മുടെ നെൽകൃഷി ഒന്ന് കാണാൻ പോയാലോ എന്ന്. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാനുണ്ട് കേട്ടോ. നെൽക്കതിരൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ കൊയ്ത്ത് സമയമാകുമ്പോൾ നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ പറ്റുമെങ്കിൽ. നമ്മൾ മാത്രമല്ല, ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന നെൽകൃഷികളാണ്. എല്ലാ കൊല്ലവും ഇവിടെ കൃഷി നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കിയത്. കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ട് അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ സന്ധ്യാസമയം നമുക്ക് തിരിച്ച് പോകേണ്ടതാണ്. നമ്മളെ വീടിൻ്റെ അവിടെ നിന്നും കുറച്ചധികം ഇങ്ങോട്ട് പോരണം നടന്നിട്ട്. ഈ പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു റോഡുണ്ട്. നമ്മൾ സ്ഥിരം സ്കൂളിൽ പോയിരുന്നത് അതിൽ കൂടെയാണ് കേട്ടോ പണ്ട്. ഈ ചെടിയൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ പേരറിഞ്ഞൂടാ കേട്ടോ. പാടത്തും പറമ്പിലും സ്ഥിരമായിട്ട് കാണുന്ന വിരുന്നുകാരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബായ്.